മെയ് മാസം 18 ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ മറ്റൊരു മീറ്റിംഗ് ഉണ്ടായി. ആ മീറ്റിങ്ങിലും ഈ എയർഫോഴ്സിനെ എംപ്ലോയ് ചെയ്യാനുള്ള ഒരു ഡിസ്കഷൻ നടന്നു. പക്ഷേ പെർമിഷൻ കൊടുത്തില്ല. പിന്നീട് ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് 20 തിരിച്ചു വന്നല്ലോ. ജനറൽ മലിക് 20 തിരിച്ചു വന്നു. അദ്ദേഹം ഈ 2 ചീഫ്മാരെയും കണ്ടു, നേവിയുടെയും എയർഫോഴ്സിൻ്റെയും ചീഫ്മാരെ കണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുന്നത്. അങ്ങനെയാണ് പിന്നെ 24 വീണ്ടും ഉണ്ടായ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ എയർഫോഴ്സിനെ എംപ്ലോയ് ചെയ്യാനുള്ള ക്ലിയറൻസ് കിട്ടുന്നത്. അപ്പോഴത്തേനും എയർഫോഴ്സ് തയ്യാറായിരുന്നു, അവർക്കറിയായിരുന്നു എന്തായാലും ശരി പെർമിഷൻ കിട്ടുന്നു. പക്ഷേ ഹൈ ആൾട്ടിറ്റ്യൂഡിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഇതിനു മുമ്പ് എയർഫോഴ്സ് അങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് നടത്തിയിട്ടില്ല. അപ്പോൾ അവരുടെ ആദ്യത്തെ റിലക്റ്റൻസ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എയർഫോഴ്സിനെ എൻഗേജ് ചെയ്തു. പക്ഷേ സക്സസ്ഫുൾ ആയിരുന്നില്ല. അറ്റാക്ക് ഹെപ്റ്റേഴ്സിനെ നമ്മൾ ഉപയോഗിച്ചു. അറ്റാക്ക് ഹെപ്റ്റേഴ്സിനെ അവർ ടെററിസ്റ്റുകളുടെ കയ്യിൽ സ്റ്റിംഗർ മിസൈൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ 4 അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ഒരുമിച്ച് പോയതാണ്. അപ്പോൾ 4 ഹെലികോപ്റ്റേഴ്സ് ഒരുമിച്ച് പോയി. അതിൽ ഒരെണ്ണത്തിനെ വെടിവെച്ച് താഴ്ത്തിട്ട് അപ്പോൾ 3 പേര് തിരിച്ചു പോന്നു. പിന്നീട് അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ MiG-21 ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് 2 എണ്ണത്തിന് നമ്മൾ ഒരു സീരീസ് അങ്ങനെ ഓർഡേഴ്സ് കൊടുത്തു. അപ്പോൾ MiG-21 ഒന്ന് എൻജിൻ ഫെയിലറായെന്ന് പറയുന്നു. അപ്പോൾ ആ എൻജിൻ ഫെയിലിയർ ആയിട്ടുള്ള നച്ചിക്കേതയുടെ എയർക്രാഫ്റ്റിനെ തിരഞ്ഞു പോയതാണ് സ്ക്വാഡ്രൺ ലീഡർ അജയ് അഹൂജ. അപ്പോൾ അദ്ദേഹത്തെ പാകിസ്ഥാനികൾ വീണ്ടും മിസൈൽസ് ഉപയോഗിച്ചിട്ട് അവർ ഫയർ ചെയ്ത് താഴ്ത്തിട്ടു. അതോട് കൂടിയിട്ട് പിന്നെ നമ്മൾ അപ്പോൾ 3 എയർക്രാഫ്റ്റുകൾ ഒരുമിച്ചു. അപ്പോൾ 2 പൈലറ്റുകൾ പോയി. നമ്മുടെ അറ്റാക്ക് ഹെപ്റ്റേണിലുണ്ടായിരുന്ന 2 പൈലറ്റുകൾ അവരും പോയി, 2 ജവാന്മാർ പോയി. 6 കാഷ്വാലിറ്റീസ് എയർഫോഴ്സിൻ്റെ. അപ്പോൾ പിന്നെ എയർഫോഴ്സിന് മനസ്സിലായി ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഇവർ സേഫ് ഡിസ്റ്റൻസ് കൂടെ ഫ്ലൈ ചെയ്തിട്ട്, അപ്പോൾ അന്ന് നമ്മുടെ അടുത്ത് നമ്മൾ ആദ്യം ലേസർ ഗൈഡഡ് ബോംബ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ ബോംബുകളുടെ അക്യുറസി വളരെ മോശമാണ്. കാരണം അതിന് എയർഫോഴ്സിന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ഈ ഫീച്ചേഴ്സ് എല്ലാം നീഡിൽ മാതിരിയാണ്. നമ്മൾ മീർന്ന് നോക്കുമ്പോൾ ഞാൻ ഹെലികോപ്റ്ററിൽ 3 തവണ റെക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെക്കി ചെയ്തത് ഈ മിസൈൽ റേഞ്ചിൽ നിന്ന് എത്രയോ ഉയരത്തിൽ വെച്ചിട്ടാണ് നമ്മൾ റെക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മീതപ്പോൾ ഇവർ സ്ട്രിങ്കർ നമുക്കറിയായിരുന്നു ഇവരുടെ അടുത്ത് സ്ട്രിങ്കർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ മീത വെച്ചിട്ടായിരുന്നു. അപ്പോൾ വായിച്ചിട്ട് അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അത് മഞ്ഞ് മൂടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ഈ സൂചി പോലെ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ കാണുന്നു അവർ വേറെ ഒന്നും കാണാനില്ല. ഇതിൻ്റെ മീതയ്ക്ക് ഈ നമ്മുടെ അറ്റാക്ക് ഹെപ്റ്റേഴ്സ് ഫുൾ സ്പീഡിൽ വരിക, ബോംബ് വർഷിക്കുക. ബോംബ് എവിടെ വീഴണമെന്ന് അവർക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റില്ല. കാരണം ആകെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ലേസർ ഗൈഡഡ് ബോംബ്സ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ അടുത്തുണ്ടായിരുന്നതാണോ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നുള്ളതിനെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ ഇസ്രായേൽ അന്ന് നമുക്ക് ലേസർ ഗൈഡഡ് ബോംബ്സ് തന്നിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ലേസർ ഗൈഡഡ് ബോംബ്സ് ഉപയോഗിച്ചു. എഫക്റ്റീവായിരുന്നു എന്ന് എയർഫോഴ്സ് പറയുന്നു, ആർമി പറയുന്നു അത് പാർഷ്യലി എഫക്റ്റായിരുന്നു. പക്ഷേ എയർഫോഴ്സിൻ്റെ 2 പ്രധാനപ്പെട്ട കൺട്രിബ്യൂഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ലോജിസ്റ്റിക് സപ്പോർട്ട് ഏരിയാസ് ഉണ്ടല്ലോ, അതിന് എയർഫോഴ്സ് വളരെ വളരെ എഫക്റ്റീവായിട്ട് എൻഗേജ് ചെയ്തു. അപ്പോൾ ലോജിസ്റ്റിക് സപ്പോർട്ട് ഏരിയാസിനെ സക്സസ്ഫുള്ളായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ഭക്ഷണമില്ല, അമ്യുനേഷനുമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ലോജിസ്റ്റിക് സപ്പോർട്ടിന് നല്ല ഭംഗിയായിട്ട് എയർഫോഴ്സ് കൈകാര്യം ചെയ്തു. മാത്രമല്ല ഇവരുടെ ഈ ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നല്ലോ, അതായത് നമുക്ക് ട്രൂപ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക, കാഷ്വാലിറ്റീസിനെ ഇവയ്ക്കേറ്റ് ചെയ്യുക, പിന്നെ എസെൻഷ്യൽ സ്റ്റോഴ്സ് കൊണ്ടുവരിക, ഓക്കെ, അങ്ങനെയുള്ള പിന്നെ കമാൻഡേഴ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇവരുടെ ഈ ലോജിസ്റ്റിക് ദാറ്റ് വാസ് ഫാൻറ്റാസ്റ്റിക്. ഫോർ എക്സാമ്പിൾ എൻ്റെ റെജിമെൻറ്റിലെ ഒരു ക്യാപ്റ്റൻ ഗില്ലിയാൽ വാസ് ഇൻജേർഡ്. 8.5 മണിക്കൂർ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് .4875 ഗില്ലിയാലിനെ താഴെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവന് താഴെ കൊണ്ടുവരുമ്പോഴത്തേനും ഇവന് ആകെ ബ്ലീഡിങ് ആയിട്ടായിരുന്നു. ആ സമയത്ത് എനിമിയുടെ ഷെല്ലിങ്സും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു ഹെലികോപ്റ്റർ താഴെ വരികയും ഗില്ലിയാലിനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവരുന്നു. സാധാരണഗതിയിൽ ഒരു പൈലറ്റും ചെയ്യാത്തൊരു കാര്യമാണിത്. കാരണം ഹെലികോപ്റ്റർ ഇറങ്ങി വരുമ്പോൾ കാണില്ല, അവർക്ക് അവിടെ നിന്ന് കാണുകയാണ്, അവർക്ക് ഇതൊക്കെ ഷൂട്ട്. പക്ഷേ ഹെലികോപ്റ്റർ താഴെ വന്ന് എൻ്റെ റെജിമെൻറ്റിലുണ്ടായ സംഭവമാണ്. ഗണ്ണേരിയയിൽ വന്നു നമ്മൾ അതിൽ ഗില്ലിയാലിനെ ഇരുത്തി. അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഏകദേശം ഒരു 50 മീറ്റർ ദൂരത്താണ് ഈ ഹെലികോപ്റ്റർ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ ഈ ഹെലികോപ്റ്ററിൻ്റെ ഉന്തി കൊണ്ടുവന്നാണ് വായിച്ചത് ലിറ്ററലി. കാരണം ഫ്ലൈ ചെയ്തിട്ട് വരാൻ പറ്റില്ല, ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കാണും.
അപ്പോൾ അവിടുന്ന് എന്തി കൊണ്ടുവന്നു, ഇവനതിനകത്ത് വെച്ചു. ടുഡേ ഗല്ലിയാൽ ഇറ്റ്സ് എ ബ്രിഗേഡിയർ ഇൻ ദ ഇന്ത്യൻ ആർമി, ഈ ഗോട്ട് എ വിജയ് ചക്ര ഫോർ ദറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഫാൻറ്റാസ്റ്റിക്, അത് എയർഫോഴ്സിൻ്റെ ആ ആക്ഷൻസൊക്കെ. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിലെ ആ ഹിക്കപ്പ് കഴിഞ്ഞതിന് ശേഷം എയർഫോഴ്സിൻ്റെ ആക്ഷൻസ് വളരെ നല്ലതായിരുന്നു, കമൻറ്റബിൾ ആയിരുന്നു.